തരത്തില് രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് പല രൂപത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. ഓരോ സ്ഥലത്ത് ഓരോ രൂപത്തിലാണ്. കർണാടകയിൽ അത് വന്നപ്പോ കർണാടക ഗവൺമെന്റ് ഇടപെട്ടു. ഒരു വലിയ ഇഷ്യൂനെ പെട്ടെന്ന് ഓഫാക്കി. ഒരു നോട്ടീസ് ഉണ്ടായി, നോട്ടീസിങ് പിൻവലിച്ചു. ഇപ്പൊ ക്യാമ്പയിൻ നിർത്തിക്കോളാം. 23-ാം തീയതി വിന്റർ സെഷനിൽ വഖഫ് ഭേദഗതി ബില്ല് വെക്കും. ആ വഖഫ് ഭേദഗതി ബില്ല് വെക്കുന്നതിന് കർണാടകയിലെ പിന്തുണ കിട്ടണമെങ്കിൽ ഇതായത് നോക്കിക്കോളൂ എന്നൊരു വലിയ മിസ്ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവന്ന് അവിടുത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഒരു ഗ്രാമത്തിലെ ആളുകളെ, തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെ ഫാർമേഴ്സിനെ ബാധിക്കുന്ന വലിയ പ്രശ്നമായി. കർഷകർ വലിയ പ്രശ്നത്തിലാവുന്നു വഖഫ് ഉള്ളത് കൊണ്ടെന്ന് പറയുന്നു. കേരളത്തിലും ഇതുപോലെ മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രശ്നത്തിലാവുമെന്ന് പറയുന്നു. വഖഫ് എന്ന് പറയുന്നത് ഒരു വലിയ അപകടം പിടിച്ച കാര്യമാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന് സുരേഷ് ഗോപി പറയുന്നു. ഞങ്ങൾ തകർത്ത് കളയുമെന്ന് അമിത്ഷാ പറയുന്നു. വല്ലാത്തൊരു ക്യാമ്പയിനാണ്. ഇതിനെക്കുറിച്ചാണ് പറയുന്നത് അറിയുമോ? എൻ്റെ മാതാവ് അല്ലെങ്കിൽ പിതാവ് അവരുടെ ഇതേ പ്രായത്തിലെത്തുമ്പോൾ അവർ ചിന്തിക്കുന്നു, എൻ്റെ മക്കൾക്ക് ഇന്നത് കൊടുക്കാം, എൻ്റെ ജാരിയായ സദക്കയായി അല്ലെങ്കിൽ എൻ്റെ ഖബറിലേക്ക് ഇതാ ഞാനൊരു 10 സെന്റ് സ്ഥലം കൊടുക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലം കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആ സ്ഥലം ഏറ്റെടുക്കുന്ന ഒരു വഖഫിന്റെ മുത്തവല്ലി അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താതിരിക്കുകയോ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബോർഡ് പറയും പറ്റില്ല, ഇത് വിൽക്കാൻ പറ്റില്ല. ആ മനുഷ്യന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അത് എത്തേണ്ടതാണ്, അത് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് വഖഫ് ബോർഡ് പറയണം. അതിനൊരു സംവിധാനമുണ്ട്. ഇനി അതല്ല, എൻ്റെ മാതാപിതാക്കൾ കൊടുക്കുന്നു, അവരുടെ മരണശേഷം ഞാൻ അതിൻ്റെ കൈവശം കൊടുക്കുന്നില്ല, ഞാനിത് പിടിച്ചു വെക്കുകയാണ്, ഇത് പള്ളിക്ക് കൊടുക്കാൻ തയ്യാറാകുന്നില്ല, മദ്രസയ്ക്ക് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പൊ വഖഫ് ബോർഡ് എന്നെ പിടിച്ചു പുറത്താക്കണം. കാരണം എൻ്റെ പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തണമെന്നാണ്. ആ ആഗ്രഹ സാക്ഷാത്കരണത്തിന് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റില്ല. ആ ജോലി വഖഫ് ബോർഡ് ഏറ്റെടുക്കുകയാണ്. ഇതാണ് അതിന്റെ ജസ്റ്റ്. ഇതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. എന്താണെന്ന് ചോദിച്ചാൽ സക്കാത്ത് കറക്റ്റായിട്ട് കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ. സദക്ക നല്ല രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ, കൂടുതൽ ആളുകളാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നോക്കാതെ തന്നെ എടുത്ത് ചിലവഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വയനാട്ടിലൊക്കെ വലിയ തുക വരില്ലേ, കോടിക്കണക്കിന് രൂപ. ഒരു കുട്ടിക്ക് SME രോഗം വന്നപ്പോൾ 48 കോടി രൂപ ദിവസങ്ങൾ കൊണ്ടുണ്ടാകുകയാണ്. ഫാരിഷ എന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആഹ്വാനം. MP പറഞ്ഞു 48 കോടി രൂപ SME രോഗമുള്ള 2 കുട്ടികളെ ചികിത്സിക്കാൻ ഉണ്ടാകാൻ എടുത്ത സമയം 10 ദിവസമാണ്. ഇങ്ങനെ പണം പെട്ടെന്ന് വന്നപ്പോൾ കോടതിയിൽ കേസ് വന്നപ്പോൾ ഞാൻ അന്ന് അവിടുത്തെ MLA-ക്ക് വേണ്ടി അവിടെ അപ്പിയർ ചെയ്തപ്പോൾ ഡിവിഷൻ ബെഞ്ചിലിരുന്ന ജഡ്ജി ചോദിക്കുകയാണ്, അല്ല വക്കീലെ, ഇതെന്താ ഇങ്ങനെ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എന്താ ഈ പണം വരാത്തത്? അതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു കറക്റ്റായിട്ട് ചെയ്തുകൂടെ? മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യാമല്ലോ. ഗവൺമെന്റ് ഫണ്ടിലേക്ക് വരുന്നില്ല, പക്ഷെ നിങ്ങൾ ചിലർ പറയുമ്പോൾ പണം വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് ഞാനൊരു കമ്മ്യൂണൽ വൽക്കരിക്കുകയല്ല, അതൊരു വിശ്വാസവുമായിട്ട് അതിന് ബന്ധമുണ്ട്. ആ വിശ്വാസത്തിന്റെ ഭാഗമായി അതൊരു ചുമതലയാണെന്ന് ഒരു കൂട്ടർ കരുതുകയാണ്. ആ ഉത്തരവാദിത്വം അവർ ചെയ്യുകയാണ്. അവരോട് ആരും പ്രേരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് സദക്കയാണ്, ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ചിന്തിച്ചു കൊടുക്കുന്ന പണമാണ്. അത് ചിലപ്പോൾ നിങ്ങൾ ഗവൺമെന്റ് ചോദിച്ചാൽ അത് സദക്കയാവുമ്പോൾ വകമാറ്റുമെന്നൊന്നും അവർക്കറിയില്ല, അതുകൊണ്ട് അവർക്ക് ഉറപ്പില്ല. പക്ഷെ ഇത് അവർക്ക് കിട്ടുമെന്ന് ഉറപ്പായാൽ മതി. ഇവരത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ നാളെ ഇവർ വെച്ചാൽ കിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ തരാനുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവർ തരാൻ തയ്യാറാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊടുക്കുന്ന അസറ്റാണ് വഖഫ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുള്ള ഭൂമിയും ഗവൺമെന്റ് തന്നതല്ല നമുക്ക്. ഈ സമുദായത്തിലെ അംഗങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി അല്ലെങ്കിൽ അസറ്റ്, അവരതിൻ്റെ ഒരു പോർഷൻ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിക്കുന്നത് മാത്രമാണ് വഖഫ്. ഇവർ പറയുന്നത് നിങ്ങളെ കൃഷ്ണൻകുട്ടിയുടെയോ നാരായണന്റെയോ ജോർജിന്റെയോ കയ്യിലിരിക്കുന്ന ഒരു ഭൂമി 50 വർഷം മുമ്പ് ആരോ വഖഫ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഇത് ഭൂമി മേടിച്ചാൽ അപകടത്തിലാകുമെന്ന ക്യാമ്പയിനാണ്. എന്തൊരു വല്ലാത്ത ഒരു തരം ക്യാമ്പയിൻ. എന്താ തെറ്റ്? ജീവിതത്തിലെ എല്ലാം
മക്കൾക്ക് കൊടുക്കും. അതിനോടൊപ്പം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കാൻ ഇവർ തയ്യാറാകുന്നു, മറ്റുള്ളവർ തയ്യാറാകുന്നില്ല. അത്രയുള്ള വ്യത്യാസം. ഇത് തയ്യാറായതുകൊണ്ടുണ്ടായ ഒരു അസറ്റാണ്. അത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞത് മരിച്ചയാളുടെ. എന്നാൽ ഇതിനെതിരെയുള്ള സംഘപരിവാറിന്റെ ഇപ്പോഴത്തെ ഒരു അറ്റാക്ക് ഉണ്ടല്ലോ, അതൊരു സാധാരണ നമ്മളൊരു സിമ്പിൾ കാര്യമായിട്ടൊന്നും കരുതണ്ട. ഈ പണി തുടങ്ങിയത് 1920-കളിൽ തുടങ്ങിയതാണ്. 1905 ശേഷം മഹാത്മജി ഇന്ത്യയിലേക്ക് വന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിമുകളും ഹിന്ദുക്കളും രണ്ട് തട്ടിലായില്ല. ഹിന്ദു സമുദായത്തിനുള്ളവരും വിവിധ തട്ടിലായില്ല. അവരെങ്ങനെ ബ്രിട്ടീഷുകാർ എല്ലാവരെയും പല തട്ടിലാക്കി വെച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യൻ നാഷണൽ സ്ട്രഗിളിന് ഒന്നിച്ചു പോകാത്ത ഒരു സാഹചര്യം ബ്രിട്ടീഷുകാർ ഒരുക്കി. പല രൂപത്തിൽ ഗാന്ധി ക്യാമ്പയിൻ ചെയ്തിട്ട് ഇവൻ ഖിലാഫത്ത് മൂവ്മെന്റ് പോലും ബ്രിട്ടീഷുകാർക്കെതിരെ മുസ്ലിമുകളെ തിരിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനായിരുന്നു. ഖിലാഫത്തിനെ ഗാന്ധി എന്തിനു പിന്തുണച്ചെന്ന് ചോദിച്ചാൽ ഖിലാഫത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരുന്നു എന്നുള്ളത്. ഇന്ത്യൻ മുസ്ലിമിനെ ബ്രിട്ടീഷുകാർക്കെതിരെ നിർത്താനുള്ള ഒരു ക്യാമ്പയിൻ ടൂളായിരുന്നു. അത് 1920-കളുടെ തുടക്കത്തിലാണ് ഖിലാഫത്തിന്റെ സമരങ്ങൾ. ഖിലാഫത്തിന്റെ സമരം വന്നപ്പോ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ചെന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുമെന്ന് മനസ്സിലായി. ഈ സമയത്ത് ആ കാലഘട്ടത്തിൽ 2 നിയമങ്ങളുണ്ടാകും ബ്രിട്ടീഷ്. അതിലൊരു നിയമം 1923 മുസൽമാൻ വഖഫ് ആക്ട്. കാരണം മുസ്ലിമുകളും ക്രിസ്ത്യാനികളും വിശ്വാസ കാര്യങ്ങൾ വളരെ ചിട്ട പാലിക്കുന്ന ആളുകളായി. ഹിന്ദു സമൂഹത്തിന് ആവശ്യങ്ങളുണ്ട്, പക്ഷെ വിവിധ തരത്തിൽ അത് തിരിഞ്ഞു നിൽക്കുന്നതായിരുന്നു. ഇവർ മൈനോറിറ്റീസുമായിരുന്നു, ആ കാലത്ത് ന്യൂനപക്ഷങ്ങളാണ്. 1923 മുസൽമാൻ വഖഫ് ആക്ട് ഉണ്ടാക്കി. അങ്ങനെ മുസ്ലിമുകളുടെ അസറ്റുകൾ, വഖഫ് അസറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു നിയമമുണ്ടായി. അപ്പോ എങ്കിലും മുസ്ലിമുകളെ ബ്രിട്ടീഷുകാർക്കുള്ള സമരവുമായി മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാക്കി. അതിന്റെ പേര് ഇന്ത്യൻ ചർച്ച് ആക്ട് 1927. 1927 ഇന്ത്യൻ ചർച്ച് ആക്ട്. ഇന്ത്യൻ ചർച്ച് ആക്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യ 1750-കളിൽ മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്ന കാലം മുതൽ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ഭരണാധികാരികളായ നാട്ടുരാജാക്കന്മാരിൽ നിന്നും പട്ടണങ്ങളിലൊക്കെ പള്ളിക്ക് വേണ്ടിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ആശുപത്രിക്ക് വേണ്ടിയുമൊക്കെ ഭൂമി വാങ്ങി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പള്ളികളും സ്കൂളുകളും കോളേജുകളും സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങി. ഈ സ്ഥാപനങ്ങളെല്ലാം ക്രൗണിന്റെ പേരിലായിരുന്നു, അതായത് രാജകുമാരന്റെ പേരിലായിരുന്നു. അതിനവർ പറയുന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പേരിലായിരുന്നു ആ ഭൂമി എല്ലാവരും ഉപയോഗിച്ചത്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയും. ക്രൗണിന്റെ പേരിലാണെങ്കിലും ഓൺ ബിഹാഫ് ഓഫ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആണ് ക്രൗണിന്റെ പേരിൽ ഭൂമി. പ്രശ്നങ്ങൾ രൂക്ഷമായി. ഇന്ത്യൻ നാഷണൽ സ്ട്രഗിൾ കൂടുതലായി, അതായത് പറഞ്ഞ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ഭയങ്കര ശക്തമായി. അപ്പം അതൊക്കെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഭൂമി പൂർണ്ണമായും ഇന്ത്യൻ ചർച്ചിന് ഗിഫ്റ്റ് ചെയ്ത ഒരു നിയമമാണ് 1927 ഇന്ത്യൻ ചർച്ച് ആക്ട്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഭൂമി പൂർണ്ണമായിട്ട്, അതായത് 322 പീസസ് ഓഫ് ലാൻഡ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പേരിലുണ്ടായിരുന്നു. കേരളത്തിലും ഉണ്ടായിരുന്നു, തിരുവാങ്കൂറിലുണ്ടായിരുന്നു, കൊച്ചിയിലുണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. നോർത്ത് ഈസ്റ്റിൽ ഒരുപാടുണ്ട്. ഡൽഹിയിലുണ്ട്, ബോംബെയിലുണ്ട്, മദ്രാസിലുണ്ട്, അതുപോലെ തന്നെ മംഗലാപുരത്തുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, നാഗ്പൂരുണ്ട്, ഭോപ്പാലിലുണ്ട്. ഇന്ത്യയിലെ മേജർ സിറ്റീസ് എല്ലാം ഉണ്ട്. ഇത് മുഴുവൻ ഒറ്റ ആക്ട് പ്രകാരം, ഒറ്റ നിയമപ്രകാരം, ഒറ്റ ഗിഫ്റ്റാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ചർച്ച് ഓഫ് ഇന്ത്യക്ക് ആ ഭൂമി കൊടുത്തു. ഇതിനെ ഗിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. വേറെ ടൈറ്റിലൊന്നും ഈ ഭൂമിക്കില്ല. ഈ അടുത്ത കാലത്ത് ഹിന്ദു ജാഗരൺ മോർച്ച എന്നുള്ള സംഘടന, വേദിക, ഹിന്ദു ജാഗരൺ വേദിക, സംഘടനയുടെ പേരതാണ്. ഹിന്ദു ജാഗരൺ വേദിക എന്ന് പറഞ്ഞാൽ സംഘ് പരിവാർ എന്ന് പറഞ്ഞാൽ, സംഘ് എന്ന് പറഞ്ഞാൽ RSS, രാഷ്ട്രീയ സ്വയം സേവക സംഘ്. സംഘിന്റെ പരിവാർ എന്ന് പറഞ്ഞാൽ സംഘിന്റെ കുടുംബം. സംഘിന്റെ കുടുംബത്തിൽ ഒരു സെറ്റ് ഓഫ് ഓർഗനൈസേഷൻസ്, അതിൽ റിലീജിയസ് ഓർഗനൈസേഷൻ ഉണ്ട്. അതായത് മതസംഘടനകൾ. ഒന്നാമത്തത് വിശ്വ ഹിന്ദു പരിഷത്ത്, രണ്ടാമത്തത് ബജ്രംഗ് ദൾ, മൂന്നാമത്തെയാണ് ഹിന്ദു ജാഗരൺ വേദിക എന്ന സംഘടന. ഈ സംഘടനയുടെ പ്രസിഡന്റ് ഒരു ഡോക്ടർ പ്രസാദ് ഒരു ക്യാമ്പയിൻ തുടങ്ങി. പ്രസാദിന്റെ ക്യാമ്പയിൻ മംഗലാപുരം ബെൽറ്റിലാണ് ആദ്യത്തെ ആരംഭിച്ചത്. 1923 മാർച്ച് 30 അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. 1927 ചർച്ച് ആക്ട് പ്രകാരമുള്ള ഗിഫ്റ്റ് കൊടുത്ത മുഴുവൻ ഭൂമിയും ഗവൺമെന്റ് ലാൻഡാണ് തിരിച്ചു പിടിക്കുന്നത്. കാരണം അവരുടെ ടൈറ്റിൽ ഈ ആക്ട് ആണല്ലോ.
ഇതെല്ലാം ഹിന്ദു ലാൻഡാണ്, കാരണം ഹിന്ദു രാജാക്കന്മാർ കൊടുത്താണ് തിരിച്ചു. ഒരു ക്യാമ്പയിൻ ഉണ്ടായി. ആ ക്യാമ്പയിനെതിരെ വലിയ പ്രശ്നമായി, ഹെയ്റ്റ് സ്പീച്ചായി. 1/4/2023 മംഗലാപുരത്തിലെ കത്തോലിക്ക സഭ, അത് അവിടുത്തെ ബിഷപ്പായിട്ട് ഫാദർ ലോബോ കംപ്ലൈന്റ് കൊടുത്തു. റൂറൽ എസ് പി കംപ്ലൈന്റ് കൊടുത്തു. ആ കംപ്ലൈന്റ് പെൻഡിങ് ആണ്. ഹെയ്റ്റ് സ്പീച്ചിന്റെ കംപ്ലൈന്റ് കൊടുത്തു. അപ്പോ അവരപ്പോൾ ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സംഘടന തന്നെ വഖഫ് ഭൂമിക്കെതിരെ 2022 മുതൽ സമരത്തിലാണ്, വലിയ പ്രക്ഷോഭത്തിലാണ്. അവർ ബീഹാർ പ്രക്ഷോഭത്തിലാണ്, അവർ ആന്ധ്രാപ്രദേശ് പ്രക്ഷോഭത്തിലാണ്. അപ്പൊ അതൊരു മാസീവായ ഒരു പ്ലാനാണ്. ആ പ്ലാനിന്റെ ഭാഗമായി റിലീജിയസ് പ്രോപ്പർട്ടീസ് അവർ പിടിച്ചെടുക്കുക. ഇതിന്റെ ഭാഗമാണ് ഈ ക്യാമ്പയിൻ, ഈ പറഞ്ഞ ഇപ്പോഴത്തെ ബില്ല്. നമ്മൾ നോക്കുക, വഖഫ് പ്രോപ്പർട്ടി ആണെങ്കിൽ വിൽക്കാൻ പറ്റില്ല. 2013 കഴിഞ്ഞാൽ 13 അമെന്റ്മെന്റോട് കൂടി വഖഫിന്റെ അസറ്റ് നമുക്ക് വിൽക്കാനേ കഴിയില്ല. 2013 വരെ വഖഫ് ബോർഡിന്റെ സാങ്ഷനോടെ വിൽക്കാൻ കഴിയും. വിൽക്കാൻ കഴിയാത്ത ഒരേ ഒരു പ്രോപ്പർട്ടി വഖഫാണോ? അല്ല. ടൈറ്റിൽ ഇല്ലാതെ, അതായത് ടൈറ്റിൽ ഡോക്യുമെന്റ് ഇല്ലാതെ കൈവശം മൂലം ഉടമസ്ഥാവകാശം കിട്ടുന്ന ഒരേ ഒരു ഭൂമി വഖഫാണോ? അല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു. എനിക്ക് 1 ഏക്കർ സ്ഥലം എന്റെ ഉമ്മാക്കുണ്ട്. അതിലൊരു 10 സെന്റിന് ഉമ്മ ഒരു പെർമിറ്റ് മേടിച്ച് ഒരു പള്ളി പണിതു. ഉമ്മ മരണപ്പെട്ടു പോയി. ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം എനിക്ക് എന്റെ സഹോദരന്റെ പേരിലാണ്, സഹോദരങ്ങളുടെ പേരിലാണ്. പക്ഷെ പള്ളി മുത്തവല്ലിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ടൈറ്റില് എന്റെ പേരിലാണ്. പക്ഷെ പള്ളി വഖഫാണ്, എനിക്ക് വിൽക്കാൻ പറ്റില്ല. അതെനിക്കറിയാം, എനിക്ക് വിൽക്കാൻ പറ്റില്ല, അത് വഖഫാണ്. ടൈറ്റിൽ എൻ്റെ ഒരു കാര്യമില്ല. ഞാൻ അതിനെ ടൈറ്റിൽ കൊണ്ട് എഴുതി പള്ളിക്ക് കൊടുത്തിരുന്നു, നിർത്തിയൊന്നുമില്ല. അപ്പൊ ടൈറ്റിൽ ഇല്ലാതെ വഖഫ് നിൽക്കാം, അതായത് ആധാരമില്ലാതെ വഖഫ് ഉണ്ടാകാം എന്നതാണ് അവർ പറയുന്നൊരു കാര്യം. വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞത് പുതിയ ബില്ലിൽ അവർ എടുത്തു കളയാണ്. ഉപയോഗം കൊണ്ട് വഖഫായി മാറുന്നത് ഇനി മുതലില്ല എന്നവർ തീരുമാനിച്ചു. അതായത് എന്റെ മാതാവ് ഒരു പള്ളിക്ക് എഴുതി കൊടുക്കുക, എവിടെ വെക്കാൻ കൊടുക്കുന്ന ഭൂമി അതിന്റെ ആധാരം എഴുതി കൊടുക്കാത്തത് കൊണ്ട് അത് വഖഫല്ലാതാകുന്നതാണ് നിയമം. ഇനി നമ്മുടെ ബാബരി മസ്ജിദിലേക്ക് പോയാൽ മതി. വളരെ സിമ്പിളാ. ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് ഇതാണ്. മൈനർമാരെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മൈനർ അവകാശം പറഞ്ഞു കേട്ടിട്ടുണ്ട്. മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ആളുകളുടെ മൈനർമാരാണ്. ഒരാൾ മരിച്ചുപോയി, അയാളുടെ ഭൂമി അയാളുടെ മൈനറായ ഒരു മകൻ ഉണ്ടായാൽ ആ മകന്റെ ഭൂമി നമുക്ക് വിൽക്കാൻ പറ്റില്ല. മകൻ മേജറായിട്ട് വിൽക്കാൻ പറ്റും. അപ്പൊ 18 വയസ്സ് വരെ നമ്മൾ അതിനെ ഹോൾഡ് ചെയ്യണം. ഒരാൾ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. മൈനർ അവകാശം ഉണ്ട് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഒരു പെർപെച്വൽ മൈനർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. പെർപെച്വൽ മൈനർ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഡയറ്റി എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠ. ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ പെർപെച്വൽ മൈനർ എന്ന് പറഞ്ഞാൽ ലോക അവസാനം വരെ ആ പ്രതിഷ്ഠ മൈനറായിരിക്കും. അതിനർത്ഥം ലോക അവസാനം വരെ ആ പ്രതിഷ്ഠയുടെ ഉടമസ്ഥയിലുള്ള ഭൂമി വിൽക്കാൻ കഴിയില്ല. ഇതാണ് പെർപെച്വൽ മൈനർ എന്ന് പറയുന്നത്. ബാബരി മസ്ജിദ് കേസിൽ എന്താ സംഭവിച്ചത്? അവിടെ ഒരു ഡയറ്റി ഉണ്ടായിരുന്നു, ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. ആ പ്രതിഷ്ഠ പെർപെച്വൽ മൈനറായിരുന്നു. 1500കളിലും 1400കളിലും ഉണ്ടായിരുന്ന ഒരു പ്രതിഷ്ഠ. അതിന് ഡയറ്റൊന്നും ഇല്ലട്ടോ, ആധാരമൊന്നുമില്ല. അവിടെ ഒരു ഡയറ്റ് ഉണ്ടായിരുന്നു. ആ ഡയറ്റ് കൊടുത്തിട്ട് പിന്നീട് അവിടെ പള്ളി പണിയോ വേറെ എന്തെങ്കിലും സ്ഥാപനം നടത്തുകയോ ഒക്കെ ചെയ്താലും പെർപെച്വൽ മൈനർ അവിടെ കാണും. പ്രതിഷ്ഠയുടെ ഏതാണ് ഉടമസ്ഥാവകാശം. ആര് മേടിച്ചാലും ഉടമസ്ഥാവകാശം കിട്ടില്ല, ആർക്ക് വിറ്റാലും ഉടമസ്ഥാവകാശം പോകില്ല. പ്രതിഷ്ഠയുടെയാണ് ഉടമസ്ഥാവകാശം. അതിന് ഡയറ്റ് വേണ്ട, ആധാരം വേണ്ട, പ്രതിഷ്ഠ വേണ്ട, മതി. അപ്പോ വഖഫിൽ മാത്രം ഒരു കാര്യമല്ല, ടൈറ്റിലില്ലാതെ ഉടമസ്ഥാവകാശം ഉണ്ടാകുന്നത് പ്രതിഷ്ഠിക്കാം. ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും ഇത്ര പ്രതിഷ്ഠകളുണ്ട്. ഞാനിപ്പോ അടുത്ത കാലത്ത് മൗലത്തിന്റെ പൊന്നാനി മൗലത്തിന്റെ കേസ് ഉണ്ട്, തിരിഞ്ഞാലുണ്ടായി. ആ കേസിൽ അദ്ദേഹം പറഞ്ഞു, പൊന്നാനി മൗലത്തിന്റെ ഒരാൾ കൃഷ്ണരാജൻ പറഞ്ഞാണ് കേസ്. അദ്ദേഹത്തിന്റെ ഒരു കക്ഷി കൊണ്ടുവന്ന് പറഞ്ഞു, പൊന്നാനി മൗലത്തിന്റെ കിണറിനകത്ത് ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, ഒരു വിഗ്രഹം കിട്ടിയിട്ടുണ്ട്, അതൊരു പഴയ പ്രതിഷ്ഠയാണ് എന്ന് പറഞ്ഞാൽ അത് പെർപെച്വൽ മൈനർ ഉണ്ടായിരുന്നു. നിങ്ങൾ പിന്നെ മേടിച്ച ആധാരം പോയിന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലായി എന്താണ്
വഖഫാണ് എന്ന് പറഞ്ഞു പോകും നിങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് മേടിച്ചാൽ, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എല്ലാവരും വഖഫ് നാളെ പറഞ്ഞാൽ എന്ത് ചെയ്യും? പെർപ്പച്വൽ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഓട്ടെ, ഷെഡ്യൂൾ കാസ്റ്റിന്റെ ഷെഡ്യൂൾ ട്രൈബിന്റെ പ്രോപ്പർട്ടി നമുക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ആധാരത്തിന് സീലിംഗ് ലിമിറ്റിൽ കൂടിയ ഭൂമി നമുക്ക് മേടിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ ഭൂപരിഷ്കരണ നിയമം വന്നതിന് ശേഷം 15 ഏക്കറിൽ കൂടിയ ഭൂമി മേടിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? ആധാരത്തിൽ എഴുതും, ഈ ഭൂമിക്ക് ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള സീലിംഗ് ലിമിറ്റിൽ കൂടുതൽ പെട്ടതല്ല, ഇത് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന്റെ പ്രോപ്പർട്ടി അല്ല ഇത് പറഞ്ഞാൽ ആധാരം മേടിക്കും. സത്യത്തിൽ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന്റെ പ്രോപ്പർട്ടി ആണെങ്കിലോ ചുമ്മാ എഴുതിയ മതിയോ? സീലിംഗ് ലിമിറ്റ് ടെസ്റ്റ് ചെയ്തതാണെങ്കിലോ പ്രോപ്പർട്ടി തിരിച്ചു പോകും. ഓട്ടോമാറ്റിക്കാണ് ഷെഡ്യൂൾ കാസ്റ്റ് തിരിച്ചു പോകും. സീലിംഗ് കൂടാണ് ഗവൺമെന്റ് ടെസ്റ്റ് ചെയ്യപ്പെടും. ബുദ്ധിമുട്ടില്ല. പക്ഷെ അതിനൊരു മതവൽക്കരിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പോൾ നടന്നു. അതിനേക്കാളും അപകടം പിടിച്ചു കാര്യം. ഞാൻ എന്റെ മുഴുവൻ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മളെല്ലാവരും കേൾക്കുന്ന ഇതിന്റെ അപകടം പിടിച്ചൊരു കാര്യം പറയുന്നത്, വഖഫ് ബോർഡിന് 11 അംഗങ്ങളിൽ 2 പേര് നോൺ മുസ്ലിം ആയിരിക്കണമെന്ന് അവർ എഴുതി ചൊല്ലും. 2 പേര് മുസ്ലിം ആയിരിക്കും. എന്നാൽ 7 പേര് വരെ മുസ്ലിം ആകാതിരിക്കാനുള്ള പ്രൊവിഷൻ ഓൾറെഡി അതിനുണ്ട്. 2 മിനിമമാണ്, 7 വരെയാണ് അമെന്റ്മെന്റ്. MP ആകാം, MLA ആകാം, അവർക്ക് അവരുടെ പ്രൊസീജിയറുണ്ട്. അതൊന്നും ഇനി മതം വേണ്ട, നോക്കണ്ട. മുത്തവലിമാരുടെ വരുന്നത് മാത്രം കാണും. ബാർ കൗൺസിൽ ഞാൻ ബാർ കൗൺസിൽ മെമ്പറാണ്. ബാർ കൗൺസിൽ ഇപ്പം ഞങ്ങൾ 5 മെമ്പർമാർ മുസ്ലിങ്ങളുണ്ട്. ഞങ്ങൾ 5 പേര് വോട്ട് എടുത്തിട്ട് ഒരാളാണ് ഇപ്പോൾ ബാർ കൗൺസിൽ മെമ്പർ വരുന്നത്. ഭൂരിപക്ഷം മറുപക്ഷത്തിലായതുകൊണ്ട് അവിടെ നിന്ന് ആ ഭൂരിപക്ഷത്തിലുള്ള ആൾ 3 പേരെ പത്താണ്, 2 പേര് 10, 3 പേരുള്ള ഒരാൾ വന്നു. മുസ്ലിങ്ങളിൽ നിന്ന് മാത്രം 25 ബാർ കൗൺസിൽ മെമ്പർമാരിൽ 5 മുസ്ലിങ്ങളെ ഉള്ളൂ. ഇനി അമൻമെന്റോടുകൂടി 25 പേരും കൂടെ വോട്ട് ചെയ്യാൻ 25 ആരെയും വെക്കാം. MLA-മാരിലാണ് 140 MLA-മാരിൽ ആരെയും വെക്കാം. MP-മാരിൽ 29 MP-മാരിൽ ആരെയും വെക്കാം. അങ്ങനെ വന്നു വരുമ്പോൾ 7 വരെ പോകും. അതായത് ഭൂരിപക്ഷവും മുസ്ലിങ്ങളല്ലാത്തൊരു വനിത. അതുപോലെ തന്നെ വഖഫിന്റെ CEO മുമ്പ് ഒരു മുസ്ലിമായ ഓഫീസറാണെന്നുണ്ടായിരുന്നു. അത് ഇപ്പൊ ആവശ്യമില്ല. നമ്മൾ കാണുന്ന വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇത് നിങ്ങൾക്കറിയാമോ? തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കളക്ടർ ഹിന്ദുവാകും എപ്പോൾ, തൃശൂർ ഡിസ്ട്രിക്ട് കളക്ടർ ഹിന്ദുവായിരിക്കും എപ്പോൾ. അതിന് ഒരു ഗവൺമെന്റ് ഓർഡറുണ്ട്. അതിന്റെ കാരണം എന്താ? ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം ഉള്ളതുകൊണ്ട്, ഗുരുവായൂർ ക്ഷേത്രം ഉള്ളതുകൊണ്ട്. അതാണ് ശരി. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും സംരക്ഷിക്കണം. അവിടെ മുസ്ലിമായ ആളുകൾ കേരള തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടായാൽ നമുക്ക് ബുദ്ധിമുട്ട്, അവർക്ക് ബുദ്ധിമുട്ട്. എന്താണ് ചെയ്യുന്നത്? അവരെന്നെ ചെയ്യുന്നത്. നമുക്കതിനകത്ത് തൃശ്ശൂർ എന്ന വേറെ പള്ളിയുണ്ടെന്ന മുസ്ലിം പള്ളുന്നത് ഇത് ആവശ്യമില്ല. ഇന്ത്യയല്ലേ, ഡൈവേഴ്സിഫൈഡ് സൊസൈറ്റി അല്ലേ? നമ്മൾ അവർക്ക് വേണ്ടി കൂടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ? നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. ഇതിന്റെ പേരൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ഭൂമിയാണ് ഏറ്റവും വലിയ അസറ്റ്. ദേവസ്വത്തിന് ബോർഡുണ്ട്. ആ ബോർഡിന് ഒരു നോൺ മുസ്ലിം ഹിന്ദുവിനെ വെക്കാൻ പാടില്ലല്ലോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്ക് കയറുമ്പോൾ ഞാൻ വക്കീല പ്രാക്ടീസ് ചെയ്യുന്ന സീനിയർ ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹമായിട്ട് ഞാൻ ഗുരുവായൂർ ക്ഷേത്രം എപ്പോഴും പോകുമായിരുന്നു. അപ്പൊ ഞാൻ ആരുടെ പറഞ്ഞു, അദ്ദേഹം വണ്ടി ഓടിക്കുന്നതാണ്, അദ്ദേഹത്തിന് കയറിയിട്ട് വരും. അപ്പൊ അത് എന്നോട് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് വളരെ ഓക്വേർഡായിട്ട് തോന്നുന്നുണ്ടോ നീ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് സാറിന്റെ അതൊക്കെ വിശ്വാസമായിരുന്നു. സാർ അവിടെ കയറി സാറിന്റെ കാര്യം ചെയ്ത് കഴിയുമ്പോൾ വിളിച്ചാൽ ഞാൻ വന്നോളാം എന്നത്. ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യം, ഇതൊക്കെ അവരുടെ അവകാശം. അല്ലെങ്കിൽ നമ്മളിതിനെ കൈ കടത്താൻ പോകുന്നത്. ഇതെല്ലാം ഞങ്ങൾ കൈ കടത്തുമെന്ന് RSS പറയുക, BJP പറയുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനെക്കാട്ടൊക്കെ വലിയ അപകടം പിടിച്ചൊരു പണി അവർ ചെയ്തു വെച്ചു. സെക്ഷൻ 3 സെക്ഷനുകൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ സെക്ഷൻ 3 എന്ന് 2 അല്ലെങ്കിൽ 3 എല്ലാ നിയമത്തിലും 2 അല്ലെങ്കിൽ 3 എന്ന് പറയുന്നത് എപ്പോഴും ഡെഫിനിഷനുകളാണ്, നിർവചനങ്ങളാണ്. നിർവചനങ്ങൾ കഴിഞ്ഞാൽ ഉടനെ ഇവർ ഒരു കാര്യം ആഡ് ചെയ്തു എന്നിട്ട് പറഞ്ഞു, ഏതെങ്കിലും ഒരു ഭൂമി, വഖഫ് ഭൂമി സർക്കാരിൻ്റെതാണെന്ന് സർക്കാരിന് തോന്നിയാൽ അപ്പോൾ തന്നെ സർക്കാർ അതിന് നോട്ടീസ് കൊടുക്കും. കളക്ടറെ എൻക്വയറിക്ക് തീരുമാനിക്കും. കളക്ടർ എൻക്വയറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി വഖഫല്ല, സർക്കാർ ഭൂമിയായിട്ട് കണക്കാക്കും. ഡീം ടു ബി ഗവൺമെന്റ് ലാൻഡ്. ഡീം ടു ബി എന്ന് പറഞ്ഞാൽ ആണെന്ന് കണക്കാക്കും. ആയിട്ടില്ല, ആണെന്ന് കണക്കാക്കും.
പക്ഷെ വഖഫ് ഭൂമി അല്ല എന്ന് കിടക്കാം. പള്ളിയല്ല, ഗവൺമെന്റ് ഓഫീസ് അത് കണക്കാക്കും, നോട്ടീസ് കൊടുക്കാറുണ്ട്. അതിനുശേഷം ഇവർ എൻക്വയറി എല്ലാം നടത്തി കഴിഞ്ഞിട്ട് ടൈറ്റിലൊന്നും ഇല്ലാന്ന് തോന്നിയ മറ്റേത് പോയല്ലോ, വഖഫ് യൂസർ എടുത്ത് കളഞ്ഞല്ലോ, ടൈറ്റിലൊന്നും ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പറയും തഹസിൽദാർക്ക് ഡയറക്ഷൻ കൊടുക്കും, റവന്യൂ റെക്കോർഡ്സ് കളക്ട് ചെയ്തോളും, ഇത് ഗവൺമെന്റ് ആക്കിക്കോളാം. ഈ നിയമം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. 1927 ചർച്ച ആക്ട് മുന്നിൽ കണ്ടുള്ള സാധനം. ഈ നിയമം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഞാൻ പറയും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു നിയമത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാർലമെന്റിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ പാർലമെന്റിൽ ചർച്ച ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്, നിയമസഭയിൽ ചർച്ച ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ. ചർച്ച ചെയ്തതിനു ശേഷം ഭൂരിപക്ഷത്തിന് തീരുമാനിക്കാം. ഇപ്പൊ BJPക്ക് ഭൂരിപക്ഷമുണ്ട്, അവർക്ക് ഭൂരിപക്ഷം പാസ്സാണ്. ചർച്ച ചെയ്യപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഭരണഘടനയുടെ 13-ാം അനുച്ഛേദ പ്രകാരം ഭരണഘടനയുടെ 3-ാം അധ്യായത്തിലുള്ള ഏതെങ്കിലും മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ഈ നിയമത്തിൽ ഏതെങ്കിലുമായി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ഭരണഘടന വിരുദ്ധമാകും. അപ്പൊ എംപിമാരെ ചൂണ്ടിക്കാണിക്കേണ്ടത് ഇതാ, ഈ പ്രൊവിഷൻ ഭരണഘടനയുടെ ഇത്ര അനുച്ഛേദം മൗലിക അവകാശത്തിന് വിരുദ്ധമാണ് എന്ന് കാണിക്കും. അത് കാണിച്ചു കൊടുത്താൽ അപ്പൊ തന്നെ സ്പീക്കർ പറയണം ഈ മൗലികാവകാശ വിരുദ്ധമായ കാര്യം എന്താ നിങ്ങൾ പരിശോധിക്കുക. അതിനാണ് നിയമനിർമ്മാണമെന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ പ്രസംഗിക്കുന്ന എല്ലാവരും വെച്ചു വെക്കുന്നു, കൈ കൊട്ടുന്നു, പാസ്സാക്കുന്നു, ബാക്കിയുള്ള വോക്കൗട്ട് ചെയ്യുന്നു, അതൊന്നും അല്ല നിയമനിർമ്മാണം. നിയമനിർമ്മാണം മൗലികാവകാശ ധ്വംസനമുണ്ടോ എന്ന് പരിശോധനയാണ്. അത് പാർലമെന്റ് ആദ്യം നടത്തണം. അത് പരിശോധന ഉണ്ടോ എന്നുള്ള വേറൊരു വിഷയമാണ്. ഇതാണ് അതിന്റെ പർപ്പസ്. അങ്ങനെയെങ്കിൽ 3C എന്ന് പറയുന്നത് മൗലികാവകാശത്തിന്റെ ലംഘനമാണ്. ഭരണഘടനയുടെ 25, 26, 29 എന്നീ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. 26 പറയുന്നത് മതവിശ്വാസത്തിനായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം നമുക്കുണ്ട്. 29 പറയുന്നത് നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം. 25 മതവിശ്വാസം നടത്താനുള്ള അവകാശമുണ്ട്. അപ്പൊ ആ അവകാശത്തിന്റെ ഭാഗമായി നമ്മൾ പണിത പള്ളി, നമ്മൾ പണിത മദ്രസ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനം നടത്തി ഈ മതവിശ്വാസം, ആ സ്ഥാപനത്തിന്റെ വരുമാനം കിട്ടുന്നത് പള്ളിക്കാണല്ലോ. അപ്പൊ അത് വഖഫിന്റേതായി മാറും. ആ സാധനം സർക്കാരിന്റെ നാട് തോന്നിയാൽ സർക്കാരിന് ഏറ്റെടുക്കാം. ഈ നിയമം പാസ്സായി എന്ന് വെക്കുക. പാസ്സായതിനു ശേഷം നമ്മൾ സുപ്രീം കോടതി ഇത് ചലഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാസ് 23-ാം തീയതി വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്കും ചലഞ്ചായിട്ട് നമ്മൾ പോകേണ്ടി വരുമെന്ന് നമ്മൾ കരുതുകയാണ്. അതിനുള്ള പഠനവും റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയെ കുറിച്ചൊക്കെ നടക്കും. അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ ഇത് കോടതിയിൽ നമ്മൾ പോകും. കോടതി ചെല്ലുമ്പോൾ നമ്മൾ വാദിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഈ നിയമം ഗവൺമെന്റിന് മതസ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനുള്ള നിയമം ഭരണഘടനയുടെ 3-ാം അധ്യായത്തിലുള്ള 26-ാം അനുച്ഛേദത്തിലെ മതത്തിന്റെ അവകാശത്തിന് വിരുദ്ധമാണ് എന്നതുകൊണ്ട് ഈ പ്രൊവിഷൻ ഇല്ലാതാണ്. അപ്പൊ അവർ വാദിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? അവർ വാദിക്കാൻ പോകുന്നത് ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് കോൺസെപ്റ്റ്. ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതു താല്പര്യം, കൂടുതൽ ആളുകളെ അഫക്റ്റ് പൊതു താല്പര്യം. അതിന് ഈ പറഞ്ഞ സർക്കാരിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട വേറൊരു പ്രിൻസിപ്പിളുണ്ട്. അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് എമിനന്റ് ഡൊമൈൻ എന്ന് പറയും. ലാർജർ ഇൻട്രസ്റ്റ് ഒരു കാര്യം ഉണ്ടെങ്കിൽ ലെസർ ഇൻട്രസ്റ്റ് ബാധിക്കണം. അവർ ബാധിക്കുന്നത് എങ്ങനെയാണ്? ഗവൺമെന്റ് ഭൂമിയാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഈ രാജ്യത്തെ എല്ലാവരുടെയും ഭൂമിയായത് മാറുകയാണ്. ഒരു മതസ്ഥാപനത്തിന്റെ പൂർണ്ണ ഭൂമിയാകുമ്പോൾ ആ മതത്തിലെ ആ പർട്ടിക്കുലർ ഡിനോമിനേഷന് മാത്രം ഭൂമിയാകണം. പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്, ജനങ്ങൾക്ക് ഉറപ്പേണ്ട ഉപകാരമുള്ള കാര്യം. ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് ഇവിടെയാണ്. ഈ വാദം ഉന്നയിച്ച് കോടതി 3C അഫോർഡ് ചെയ്താൽ, നിലനിർത്തി കൊടുത്താൽ, ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. ആ ഒറ്റ ജഡ്ജ്മെന്റ് വെച്ച് ചർച്ചയ്ക്ക് തീർക്കും. ഒറ്റ ജഡ്ജ്മെന്റ് മതി. 3C അഫോർഡ് ചെയ്ത ജഡ്ജ്മെന്റ് എടുത്തു വെച്ച് ബാക്കി ഭൂമി പിടിക്കും, എല്ലാവരും പിടിക്കും. ഇതൊരു ഫാസിസ്റ്റ് സ്വഭാവമാണ്. നമുക്കെതിരെ കുറെ പേര് നിർത്തുമ്പോ എന്നിട്ട് അവർ നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ അവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അതിനിടയിൽ കൂടെ അവരുടെ കൂട്ട് പിടിച്ച് നമ്മളെ തീർക്കും. കുറച്ചുകൂടെ നമ്മളെല്ലാം തീർന്ന് നമ്മൾ മുലക്കിക്കൊണ്ടാണ്. അവരെ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ പറയുന്നതാണ് അങ്ങനെ തന്നെ വേണം. നമ്മളെ പിടിച്ചപ്പോൾ അവർ നോക്കി എന്നാൽ അവരെ പിടിച്ചോളൂ. കിട്ടുന്ന ആൾക്കാർ സംഘപരിവാറിന്റെ മൊത്തം. ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാകാൻ പാടില്ലാത്തൊരു ഫാക്ട് ഉണ്ട്. ഈ ഡിവിഷൻ ഫാസിസമാണ്.
നമ്മുടെ ഒരു പർട്ടിക്കുലർ വകുപ്പൊന്നും അല്ല ഇഷ്യൂ. ഇന്ത്യയിലെ മൊത്തം വകുപ്പാണ് ഇഷ്യൂ. നമ്മൾ ഇമോഷണലായിട്ട് ഇങ്ങനെ അവലോകനം നടത്തുവാണ്. ഇത് അവിടുത്തെ ഇന്ന വകുപ്പിന്റെ പ്രശ്നത്തില്ല, നമ്മളെ മറ്റൊരു തോപ്പിച്ചു, അവരാണോ നമ്മളാണോ ജയിച്ചത് നോക്കണം. ഉണ്ട് മറ്റൊരു പോയി കത്തിച്ചു, സമരപന്തലിൽ പോയി കത്തിച്ചു ആ വകുപ്പിന്റെ വിഷയം. നമ്മളുണ്ട് അവരുമായിട്ട് വെല്ലുവിളിക്കണം, ഇവരിങ്ങോട്ട് വെല്ലുവിളിക്കും. അപ്പൊ മനസ്സിലായല്ലോ, മുസ്ലിങ്ങളെ പിടിക്കില്ലേ, വകുപ്പ് എന്ന് പറഞ്ഞ് മൊത്തം പിടിക്കാൻ പോകാം. നമ്മളും ഉണ്ട് വെല്ലുവിളി അങ്ങോട്ട്. ഇത് നമ്മളെന്തുകൊണ്ട് വെല്ലുവിളിക്കുന്നില്ല എന്നാ ചോദിക്കുന്നത്. കേരളത്തിലെ എല്ലാ മുസ്ലിം മത സംഘടനകളും അത്തരം വിഷയം വന്നപ്പോൾ എന്ത് പറഞ്ഞു? പരിഹരിക്കണം. ഇത് വക്കഫാക്കിന്റെ കുഴപ്പമില്ല. ചില ബുദ്ധിമുട്ടുണ്ട്. സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ 1964 മുതൽ 2013 വരെ, 64 മുതൽ 2013 വരെ ഭൂമി വിൽക്കാമായിരുന്നു, വക്കഭൂമി വിൽക്കാമായിരുന്നു. 2013 ശേഷം വിൽപ്പനയില്ല. ഈ വിൽക്കുന്ന ഭൂമി വിൽക്കാൻ പോകുമ്പോൾ വഖഫ് ബോർഡിന്റെ കൺസെപ്റ്റ് വേണം, പ്രയർ സാങ്ഷൻ വേണം. സാങ്ഷൻ ഇല്ലാതെ വഖഫ് നമ്മുടെ മുത്തോലിമാരോ ആരെങ്കിലും ഭൂമി വിൽക്കും. ഒരാൾ പോയി മേടിക്കും, സർപ്രൈസർ എടുത്ത് കൊണ്ടുപോകും, സർപ്രൈസർ എഴുത്ത് അങ്ങനെ ചെയ്തു. ഇത് പിന്നെ കൈകൊടുത്ത് 5-6 കൈകൊടുക്കും. സാധാരണ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സാധാരണ രീതി കിട്ടി. ആദ്യം ജോർജിന് കിട്ടി, ആദ്യം സുലൈമാന് കിട്ടി. സുലൈമാൻ അത് ജോർജിന് കൊടുത്തു, നാരായണൻകുടി കൊടുത്തു, പിന്നെ മാത്യു കിട്ടി. മാത്യുവിന്റെ മൂലാധാരം നാരായണൻകുടിയാണ്, അതിനകത്ത് വഖഫൊന്നുമില്ല. അതിന് മുമ്പിലെ ആധാരം ജോർജിന്റെ, അതിനകത്ത് വഖഫൊന്നുമില്ല. പിന്നെ നിങ്ങൾ എഴുതിക്കൊണ്ടേ സർപ്രൈസർക്കാണ് ഇതെന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രകാശമില്ല. ഞാൻ പറയുന്നത് 1964 സാങ്ഷൻ വേണമെന്ന് തീരുമാനിച്ച അന്ന് തന്നെ വഖഫിന്റെ അസറ്റ് രജിസ്റ്റർ ഉണ്ടായിരുന്ന ഭൂമികൾ ഏതാണെന്ന് നോക്കിയിട്ട് അപ്പോൾ തന്നെ അതേ രീതിയിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ദിവസം തന്നെ സർപ്രൈസർ കൊടുക്കാം. സർപ്രൈസറിന് പറയാ, നിങ്ങളുടെ എൻകംബറൻസിൽ ഈ ഭൂമിയുടെ സർവേ നമ്പർ ചേർത്തോളം, ഇത് വഖഫ് ഭൂമിയാണ്, സാങ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ, ഇല്ലെങ്കിൽ ചെയ്യണം. 64 മുതൽ 2013 വരെ എക്സാക്ട് കറക്റ്റായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഒരൊറ്റ രജിസ്ട്രേഷൻ നടക്കുമായിരുന്നു, സാങ്ഷനോടെ നടക്കുമായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം സാങ്ഷൻ ഇല്ലാത്ത പ്രശ്നമാണ്, ഇത് തന്നെ പ്രശ്നം, ഇതിന്റെ സാങ്ഷൻ ഇല്ലാത്ത പ്രശ്നം. അപ്പൊ ഈ ഒരു എറർ നമ്മൾ സംഭവിച്ചു. ഇത് എക്സിക്യൂഷൻ ഉണ്ടായ എറർ, അത് ആക്ടിന്റെ കുഴപ്പമൊന്നുമല്ല, നിയമത്തിന്റെ കുഴപ്പമല്ല. ഇപ്പൊ ഉണ്ടാക്കുന്ന നിയമത്തിന് ഈ വിഷയം പരിഹരിക്കാൻ പറ്റുന്നുണ്ടോ? അതിനകത്ത് പറയുന്നത് സർപ്രൈസറിന്റെ എൻകംബറൻസിന്റെ ലിസ്റ്റിൽ വഖഫിന്റെ ചേർക്കണം, സർപ്രൈസറിന്റെ എൻകംബറൻസിന്റെ ലിസ്റ്റില് ഷെഡ്യൂൾ കാസ്റ്റ് പ്രോപ്പർട്ടി ചേർക്കണം, അവരെ രജിസ്ട്രാറിന്റെ എൻകംബറൻസിന്റെ ലിസ്റ്റില് സീലിംഗ് കമ്മിറ്റി കൂടിയ ഭൂമി ചേർക്കണം. അത് ചേർത്താൽ മതി, സീലിംഗ് കമ്മിറ്റി കൂടിയതാണ്, അത് ചേർത്താൽ മതി. ഇല്ലാതെ വരുമ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പണം കൊണ്ട് വീട് പണിയും. ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ഹാർട്ട് ബേൺ ഉണ്ടാവും, വർഷങ്ങൾക്ക് ശേഷം അയാളോട് വലിയ വേദന ഉണ്ടാവും. പരിഹരിക്കപ്പെടുന്ന വിഷയമാണ്. കാരണം എപ്പോഴും നിയമങ്ങൾ വന്നാൽ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഷോർട്ട് ഫോൾസ് ഉണ്ടാവും, ചെറിയ കുറവുകളുണ്ടാവും. ആ കുറവുകൾ പരിഹരിക്കുന്നത് നിയമങ്ങളുടെ അമൽമെന്റിൽ കൂടെ തന്നെയാണ്, നിയമ ഭേദഗതികളിലൂടെയാണ്. കാരണം നമ്മൾ നടത്തിക്കൊണ്ട് പോകുമ്പോണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കുമ്പോഴാണ് അത് മാറ്റം വരുന്നത്. അത് മാറ്റാനുള്ള ഒരു പ്രൊവിഷനും ഈ ഭേദഗതിയില്ല. അത് മാറ്റാനുള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ മുസ്ലിങ്ങളൊക്കെ ഇപ്പൊ ഇന്നലെ 5 പേർക്ക് നോട്ടീസ് വയനാട്ടിൽ കിട്ടിയതിൽ 3 പേര് വിളിച്ചു. ഒരാൾ മുസ്ലിം ലീഗാണ്, അവർ വിളിച്ചു. ഞാൻ കണ്ടു. അവർ വിളിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്കൊരു നോളജും ഇല്ല, ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്, 40 വർഷം മുമ്പ് വഖഫാണ്. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ആ കൺഫ്യൂഷൻ റെക്ടിഫൈ ചെയ്യേണ്ടതാണ് ഒരു വക്കീൽ എന്നുള്ളത് എന്റെ അഭിപ്രായം. ഞാൻ എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് അത്തരം കൺഫ്യൂഷൻ ഭാവിയിൽ വരാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ നിയമത്തിൽ ഉണ്ടായിക്കോട്ടെ, അതുപോലെ ഉണ്ടാക്കില്ല. ഈ കൺഫ്യൂഷൻ കൊണ്ട് മാത്രം ഉണ്ടായ പ്രശ്നമാണ്. വഖഫ് ചെയ്തവരുടെ കുഴപ്പമാണോ അത്? വഖഫ് ആക്ടിന്റെ കുഴപ്പമാണോ അത്? എക്സിക്യൂട്ടീവിന് സമയബന്ധിതമായി എൻകംബറൻസിൽ ചേർക്കാത്തതിന്റെ മാത്രം ഒരു പ്രശ്നത്തെ എടുത്തു വെച്ചിട്ട് വഖഫ് ഒരു ഭീകരമാണ്, കിരാതമാണെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഈ ഒരു അപാകതയെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു സമുദായത്തെ അറ്റാക്ക് ചെയ്യാണ്. നമ്മൾ വഖഫിന് വേണ്ടി വാദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി വാദിക്കാൻ. അവരുടെ വാദത്തിന് അവരുടെ സ്വഭാവമാണ്. അതേസമയം മറ്റിതര സമുദായം ഇപ്പൊ കഴിഞ്ഞ ദിവസം മധുര ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ ഒരു വിധി വന്നു. ഞാൻ വന്നപ്പോൾ വിധി എടുത്തു നോക്കി. അതിനകത്ത് പറഞ്ഞു എൻഡോമെന്റിന് വേണ്ടിയിട്ടുള്ള
ബോർഡുകൾ, എൻഡോമെന്റ് ബോർഡ്സ് എന്ന് പറയും, നമ്മുടെ ദേവസ്വം ബോർഡ് പോലെ എൻഡോമെന്റ് ബോർഡ്സ് എന്ന് പറയുന്നത്. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് എൻഡോമെന്റ് ബോർഡ്സ് ഉണ്ട്, മുസ്ലിം പള്ളികൾക്ക് വഖഫ് ബോർഡ്സ് ഉണ്ട്, അതുപോലെ ക്രിസ്ത്യൻ പള്ളികൾക്ക് ചർച്ച് ബോർഡ് വേണം എന്നാവശ്യം. ആ ചർച്ച് ബോർഡിനെ ക്രിസ്ത്യൻ സമുദായം എതിർക്കുന്നുണ്ട്. എതിർക്കുന്നതിന്റെ കാരണം നമ്മൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഭൂമിയുടെ പേർക്ക് കൺട്രോൾ വരികയാണ്. അതൊരു കേസുമായി ബന്ധപ്പെട്ടാൽ കൺട്രോൾ വരികയാണ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. മുതിർന്നവരോട് ചോദിച്ചാൽ വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർ തന്നെ പറയും. അവർ ചെയ്യുമ്പോൾ കണക്ക് കൊടുക്കണം, സമയത്ത് കൊടുക്കണം, നോട്ടീസ് വരും, നമ്മൾ അവിടെ പോകണം, ഇവിടെ പോകണം, പ്രശ്നം കൺട്രോൾ വരും. അപ്പൊ കൺട്രോൾ, നമ്മുടെ മേൽ കൺട്രോൾ ഇമ്പോസ് ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ് വഖഫ് ആക്ട്. നമ്മുടെ മേൽ റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ് വഖഫ് ആക്ട്. പക്ഷെ നമ്മൾ ഒരേ ഒരു ഇൻട്രസ്റ്റിലാണ് നിലനിൽക്കട്ടെ എന്ന് പറയുന്നത്. നമ്മുടെ പൂർവികന്മാർ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കൊടുത്ത കാര്യങ്ങൾ നമ്മളോ നമ്മൾക്ക് ശേഷമുള്ള ആളുകളോ ദുരുപയോഗം ചെയ്യാതിരിക്കട്ടെ, അതിനൊരു കൺട്രോൾ വേണ്ടേ എന്ന് വിചാരിച്ച് മാത്രമാണ്. അതും ഒരു തക്വയുടെ പ്രശ്നമാണ്. അതല്ലാതെ ഒരാൾക്കും അവകാശം, നമ്മളിപ്പോ ഒരാൾക്ക് ഭൂമി നഷ്ടപ്പെട്ടാൽ ആ ഭൂമി ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളുള്ള സ്ഥലത്താണ് നമ്മൾ പിച്ചപ്പത്തിന് ഭൂമി വീടുണ്ടാക്കി കൊടുക്കും. അത് നമ്മൾ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ വയനാട്ടിലെ വീട് പ്രശ്നം വന്നപ്പോ ഞങ്ങളൊരു കളക്ഷൻ നടത്തി, പാർട്ടി കളക്ഷൻ നടത്തിയപ്പോ 691 പേരുണ്ട്, 691 മുസ്ലിം എല്ലാവരും ഉണ്ട്. എങ്ങനെയാണ് ഈ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഗവൺമെന്റ് ലിസ്റ്റ് എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 15,000 രൂപ വെച്ചപ്പോൾ ഗവൺമെന്റ് ലിസ്റ്റ് എടുത്ത് നമ്മൾ കൊടുക്കില്ല. ഇത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. പണം തന്നിരിക്കുന്നത് മതവും ജാതിയും നോക്കിയല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. പക്ഷെ നമ്മളിപ്പോ ചാപ്പ് കുത്തിരിക്കുന്ന രീതിയിലാണ് ഇത് നശിപ്പിക്കാനുള്ള നിയമവും വരിക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ചു, ഇന്ത്യ ഇങ്ങനെയൊന്നും കളയാൻ നമ്മളാരും അനുവദിക്കില്ല. ഇവർക്ക് ചുരുക്കം ചെയ്യാൻ പറ്റില്ല. ഇവര് 400 എന്നിങ്ങനെ കൈപ്പൊക്കി കാണിച്ചില്ലേ, അതിപ്പോ 240 ഉള്ളൂ. ഒരു ചെറുപ്പക്കാരൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു. നെഹ്റുവിന്റെ കൊച്ചുമകൻ പൗത്രൻ. ഇന്നലെ നെഹ്റുവിന്റെ ജന്മദിനമായിരുന്നു. ഇപ്പൊ ഞാനും കുട്ടികളുടെ ഒരു സ്കൂളിലൊക്കെ പോയി സംസാരിക്കാനൊക്കെ പോയി, കുട്ടികളുമായിട്ട് ഇടപെടുന്നു, എല്ലാവരും പോകുന്നു. പക്ഷെ ഇന്നലെ വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ, സംഘ് ഫേസ്ബുക്കിൽ നമ്മൾ നോക്കുമ്പോൾ നെഹ്റു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അവരുടെ പ്രൊഫൈലാണ്. നെഹ്റു മൗണ്ട് ബാറ്റനെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ പ്രൊഫൈലാണ്. അങ്ങനെ എങ്ങനെയൊക്കെ നെഹ്റുവിന്റെ ചോദിച്ചാൽ അതിന്റെ ചെയ്തുകൊണ്ടിരിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയില് അവകാശങ്ങൾ എഴുതി ചേർത്തപ്പോ, റിലീജിയസ് റൈറ്റ് എഴുതി ചേർത്തപ്പോ, മതപരമായ അവകാശങ്ങൾ ചേർത്തപ്പോ ഇവര് വന്ന് എഴുതി പറഞ്ഞതാണ്. എന്താ പറയാമോ? സാംസ്കാരിക ദേശീയത വേണം. ഇന്ത്യയിൽ ജനിച്ച, ഇന്ത്യയിൽ പൂർവികന്മാരുള്ള, ഇന്ത്യയിൽ മാത്രം പുണ്യഭൂമിയുള്ളവർക്ക് ഇന്ത്യയിൽ മതത്തിന്റെ അവകാശം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് വാദിച്ചു. എഴുന്നേറ്റ് നിന്ന് പറയുന്നതിന് നെഹ്റു ചാടി എഴുതിയിരിക്കാന്ന് പറഞ്ഞു. ഇത് ഇന്ത്യയാണ്. ഇവിടെ സിവിക് നാഷണലിസം വരും. 1948 ഏപ്രിൽ മാസം 19 ആരൊക്കെ ഇന്ത്യയിലുണ്ടോ, അതിലാർക്കൊക്കെ ഇന്ത്യൻ പൗരനാണോ അവരൊക്കെ ഇന്ത്യൻ പൗരനാണ്. അവർക്ക് എല്ലാവർക്കും ഇന്ത്യയിൽ റിലീജിയസ് റൈറ്റ്സ് ഉണ്ടാകും. അവന്റെ പൂർവ്വത്വം വേണ്ട, അവന്റെ പുണ്യഭൂമിയും വേണ്ട. നെഹ്റു അത്ര ശക്തമായിരുന്നു. ആ ശക്തനായ നെഹ്റു വീണ്ടും പറഞ്ഞു, ഗാന്ധിയുടെ സ്വപ്നം ഈ ഡൈവേഴ്സിറ്റി ഒന്നിച്ചു നിൽക്കണമെന്നായിരുന്നു. എല്ലാവരും എല്ലാ വിധമാക്കി. ഗാന്ധി ഒരു ബ്രാഹ്മണനായിരുന്നു. ഗാന്ധി ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള 5 മാസം ഗാന്ധി പൂർണ്ണമായ നിരാകരനായിരുന്നു. ആ നിരാകരണത്തിന്റെ ബേസിക് റീസൺ മുസ്ലിംകൾക്കുണ്ട്. ബേസിക് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് അദ്ദേഹം പട്ടിണി ഇരുന്നത്. മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് അദ്ദേഹം രക്തസാക്ഷിയായത്. ഈ സമുദായത്തെ സഹായിച്ചു എന്നതിന്റെ പേരിലാണ് നമ്മൾ ഗാന്ധി കൊല്ലപ്പെടുന്ന 1948 ജനുവരി മാസം 30 അതിനുശേഷം 1949 നവംബർ 26 ഭരണഘടന എഴുതിയിരുന്നു. ഈ കാലഘട്ടത്തിനിടയിൽ ഭരണഘടനയുടെ എല്ലാ ചർച്ചകളിലും ഗാന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവന്മാർ എഴുന്നേറ്റിരിക്കുമ്പോഴേ പറയും ഗാന്ധിയുടെ സ്വപ്നമാണ്, വീട്ടിലാണെന്ന്. ഗാന്ധിയുടെ ഇന്ത്യയാണ്. ഗാന്ധിയെ കൊന്നവർക്ക് പേടിയുണ്ടാവില്ല. കേൾക്കുമ്പോ മരണം കൊണ്ട് പോലും നമുക്ക് നേടിത്തന്നതായി അവകാശം. ഈ ഭരണഘടനയെ കുറിച്ച് അവർ പറഞ്ഞത് ഇതിന് കടലാസ് ഘട്ടത്തിന്റെ വില പോലും ഞങ്ങൾ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് RSS നിരോധിച്ചതിന് ശേഷം RSSന്റെ നിരോധനം നീക്കാൻ പറഞ്ഞ ഒരു കണ്ടീഷനായിരുന്നു ഭരണഘടന അംഗീകരിക്കണം. കാരണം അവർ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. 2000 ഗോവിന്ദാചാര്യ പറഞ്ഞു ഇത് പൂർണ്ണമായും
ഇങ്ങനെ ഭേദഗതി നടത്തി സമയം കളയരുത്. ഭരണഘടന പൂർണ്ണമായും റീറൈറ്റ് ചെയ്യണം, പുതിയത് എഴുതണം. അങ്ങനെ നാഗ്പൂരിലെല്ലാം എഴുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭരണഘടന. 400 സീറ്റ് കിട്ടുമ്പോൾ പാസ്സാക്കാൻ പറ്റുന്നതാണ്. ഏതായാലും 400 സീറ്റില്ല, 240 ഉള്ളൂ. ഇനി നിതീഷ് കുമാറിന്റെ അടുത്തും നായിഡുവിന്റെ ഒക്കെ എടുത്ത് പോയിട്ട് സെറ്റപ്പാക്കിക്കൊണ്ട് വരണ്ടേ? അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ രാജ്യത്തൂടെ ഉണ്ടെങ്കിൽ അടുത്ത തവണ അവർ പുറത്തു പോകും. എന്ത് നിയമം കൊണ്ടുവന്നവർ ആ നിയമത്തിന് അതിശക്തമായി ഇവിടുത്തെ മതേതര ലക്ഷ്യം എഴുന്നേറ്റത് ഇതിനെ എതിർക്കാണ്. 140 എംഎൽഎമാരിൽ നിന്നിട്ട് ഇതിനെതിരെ പാസ്സാക്കി തോന്നില്ല. അതാണ് കേരളം. അങ്ങനത്തെ ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ പൊളിറ്റിക്കൽ ഫൈറ്റ് നമ്മുടെ മറുപക്ഷത്ത് സത്പരിവാറിനെതിരെ അന്ന് നെഹ്റു നടത്തിയ ഫൈറ്റ് ഇന്ന് നമ്മൾ തുടരുകയാണ്. നിയമപരമായ ഫൈറ്റ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിയമം മാത്രം നോക്കി, മൗലികാവകാശങ്ങൾ മാത്രം നോക്കിയിട്ട് സുപ്രീം കോടതി ഈ ബില്ലിനെ പരിഗണിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ചലഞ്ചിനെ പരിഗണിക്കാൻ തീരുമാനിച്ചു. ഒരു പാസ്സാക്കിയ നമ്മൾ ചലഞ്ചിനെ പരിഗണിക്കാൻ തീരുമാനിച്ചാൽ ഒരു ദിവസം കൊണ്ട് ഇതിലിട്ട് ഈ ബില്ല് പാസ്സാക്കി. ഇൻഡിപെൻഡന്റ് ആയി നിഷ്പക്ഷമായി സുപ്രീം കോടതി നോക്കണം. ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കരുത്. ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കിയത് നടക്കും. ഇൻഡിപെൻഡന്റ് ആയി അത് നോക്കാതിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഫൈറ്റ് കൊടുക്കും. അത് തർക്കമൊന്നുമില്ല, ഒരു ജഡ്ജ്മെന്റ് ഇല്ല. 1947 ശേഷവും അതിനു മുമ്പും ഇന്ത്യയിൽ വന്ന ഈ ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിധിപ്പകർപ്പുകളും നമ്മൾ റെഡിയാക്കി കൊടുക്കും. 11 ബെഞ്ചിന്റെ 13 ബെഞ്ചിന്റെ വിധിപ്പകർപ്പ് ലോകത്ത് മുഴുവൻ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ജഡ്ജ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കും. കോടതി നീതി തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷെ ഫൈറ്റ് നമ്മൾ കൊടുത്തിരിക്കും. നമ്മൾ അവരെ നേരിട്ട് നിർത്തണം. അപ്പൊ ഇത്തരം ഒരുപാട് വിഷയങ്ങളുള്ള വഖഫ് ബില്ലാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. വഖഫിന് വിരുദ്ധമായ ക്യാമ്പയിൻ നടത്തുന്നത് വഖഫ് ബില്ല് പാസ്സാക്കാനാണ്. ഓരോ പ്രശ്നങ്ങൾ എടുത്തു വെച്ചിട്ടല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബില്ലാണ് പ്രശ്നം. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വഖഫ് സ്വത്തുക്കളാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോഴും പാർലമെന്റ് സ്ട്രീറ്റിൽ ഇരിക്കുന്ന പള്ളി, ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹി പോയി നിസ്കരിച്ചാണ്. ആ പള്ളിക്ക് വഖഫ് യൂസറാണ്. കഴിച്ചിട്ടില്ല. 470 വർഷം പഴക്കം, 470 വർഷം പഴക്കമുള്ള പള്ളിയാണ്. അതിന് കഴിച്ചിട്ടില്ല, വഖഫില്ല. അങ്ങനെ 100-കണക്കിന് 1000-കണക്കിന് പള്ളികൾ ഇത് പാസ്സാക്കുന്നത് അത് ലക്ഷ്യമാണ്. ബുൾഡോസറിന്റെ ജഡ്ജ്മെന്റ് കഴിഞ്ഞാൽ വന്നു. ബുൾഡോസറിനുള്ള ജഡ്ജ്മെന്റ് വന്നു. വഖഫ് ബില്ല് പാസ്സാക്കി ബുൾഡോസറോട് മേടിച്ച് മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ജഡ്ജ്മെന്റ് ഇന്നലെ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ആശ്വാസം. നമ്മൾ തന്നെ ഫൈറ്റ് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മളൊരു ലാർജർ ഇൻട്രസ്റ്റ് ഇവർക്ക്, അതായത് സംഘപരിവാറിന് സ്പേസ് കൊടുക്കില്ല എന്നുള്ളതായിരിക്കണം നമ്മുടെ രാഷ്ട്രീയം. നമ്മുടെ തൊട്ടു മുമ്പിലുള്ള ശത്രുവിനെ തോപ്പിക്കാനല്ല നമ്മുടെ പ്രശ്നം. ആ തോപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വർത്തമാനം സംഘപരിവാറിന് സ്പേസ് കൊടുക്കുന്നതാണ്. തല കുറിച്ച് മിണ്ടാകുന്നതാണ്. സംഘപരിവാറിന് സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് ഈ തർക്കം ക്രിയേറ്റ് ചാനലുകള് മെനക്കെട്ട് ജനങ്ങളുണ്ട്. അല്ലാത്ത ചാനലുകൾ മെനക്കെട്ടിരുന്നിട്ട് ചർച്ച നടത്തുക. എങ്ങനെയെങ്കിലും വായുന്നത് തമ്മിൽ കടിക്കുന്ന ഒരു സാധനം കിട്ടുന്നുണ്ടെങ്കിൽ അത് അടിച്ചെടുക്കുക. നമ്മുടെ ഇടയിൽ ആളുകൾ നിർഭാഗ്യവശാല് ഇതൊന്നും മനസ്സിലാക്കുന്നത് ഡയലോഗുകളാണ്. അപ്പൊ അവർ ഭയങ്കര സ്പേസ് കിട്ടും ചാനൽ. ഒറ്റയടിയെ കടിച്ചാൽ മതി. പിന്നെ ഇന്നത്തെ ദിവസം അവരുടെ ഫോട്ടോ ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടേ അവരങ്ങനെ പറഞ്ഞു. അവർ പറഞ്ഞത് ശ്രദ്ധിക്കണ്ടേ, അവർ പറഞ്ഞത് മറ്റൊരു കുഴപ്പക്കാരാണല്ലേ, അത് നമ്മൾ നോക്കാതെ പോയാൽ പറ്റുമോ എന്ന് പറയും. അവിടെ ഇയാൾക്കൊരു സ്പേസായി. അവിടെ മറ്റൊരു വന്ന് പറയാം അവരെയാണ് നോക്കുന്നത്, അവരാണോ തീരുമാനിക്കുന്നത്, ഇതാണ് ഇവരുടെ കുഴപ്പം, ഇത് മതത്തിന്റെ കുഴപ്പമാണ് മറ്റൊരു കുഴപ്പം. അവിടെ അത് പിന്നെ അയാളുടെ കഥ പറഞ്ഞ അയാളെ പറഞ്ഞു. ഇങ്ങനത്തെ ഇതിനു വേണ്ടി സ്പോൺസറാണ്, പെയ്ഡാണ്. ഈ ഡയലോഗ് പറയുന്നവരും എഴുതുന്നവരും ആങ്കർമാരും വരെ സ്പോൺസറാണ്. ഞാൻ ചോദിച്ചിട്ടുള്ള ഒരാളോട് ഉടുപ്പില്ലെന്ന് ചോദിച്ചു. എനിക്ക് നാണക്കേടാണ്. എന്റെ മതത്തിന് വേണ്ടി ഒരു പരിധി കൂടുതൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. എന്റെ മതത്തിന് വേണ്ടി മാത്രമായി ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വേണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നെ കുറിച്ച് മറ്റുള്ള എന്ത് ചിന്തിക്കുകയെന്ന്. നിനക്ക് ഉടുപ്പ് നഷ്ടപ്പെട്ടു, നിനക്ക് ഉടുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ ആങ്കർ ഉടുപ്പുണ്ട്, നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. പെയിനാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഇന്ത്യയിൽ മഹാത്മജി ആഗ്രഹിച്ച ഇന്ത്യയിലെ മതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വാക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, എന്റെ സഹോദരന് കുർബാന ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്.
എന്റെ സഹോദരന് പൂജ നടത്തുന്ന സ്വാതന്ത്ര്യമാണ്. അതിന് ഞാൻ തടസ്സമാവില്ല എന്ന് മാത്രമല്ല, അവനത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന പണിയും കൂടി ഞാൻ ഏറ്റെടുക്കുമെന്ന് പറയലാണ് ആർട്ടിക്കിൾ 25 ഭരണഘടന. എന്നാൽ സൽപരിവാറിന്റെ ഇന്ത്യയിൽ പഠിപ്പിക്കുന്നത് തിരിച്ചാണ്. നീ നിന്റെ സ്വാർത്ഥമായി നിന്റെ കാര്യം മാത്രം നോക്കാൻ മറ്റൊന്നാലും നിർത്തിക്കുന്നു. ആ നിർത്തിക്കലാണ്. ഇതിനെ നമ്മൾ ബുദ്ധിപരമായി, ഐഡിയോളജിക്കലായി, ഇന്റലക്ച്വലായി, വികാരമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ബുദ്ധിപരമായി നമ്മൾ നടക്കും. തോൽപ്പിക്കും, പാർലമെന്റ് തോൽപ്പിക്കും, കോടതി തോൽപ്പിക്കും. അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്യാം, പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.